ഇന്ന് വൈകുന്നേരം ചായക്ക് ഇതേ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി കട്ട് ചെയ്ത കോളിഫ്ലവറിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് വെക്കുകയാണ്. എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്തിച്ച് നോക്കുകയാണ് പുഴുവൊക്കെ ഉണ്ടോയെന്ന് ഒന്നിനും കണ്ടില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കോളിഫ്ലവറിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറ്റി കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനൊരു 2-3 പ്രാവശ്യം കൂടി അതൊന്ന് കഴുകി നല്ലപോലെ കഴുകി എടുത്തിട്ട് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്നും കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ കഴുകി കോളിഫ്ലവറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ കൈ കണക്കാണ് കേട്ടോ, പറയണില്ല ഞാൻ എത്ര അളവ് എന്നുള്ളത്. പിന്നെ കടലമാവ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാണ് കേട്ടോ. നമ്മൾ ബജി മാവൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ ഈ ഒരു അളവിലാണ്, ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. കോളിഫ്ലവറിലത്തെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അത് ഓരോന്നോരോന്ന് നമ്മുടെ മാവിൽ മുക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോട്ടിങ് ആയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് അങ്ങനെ കോട്ടിങ് ആവാറില്ല, പക്ഷെ ഇന്നത്തെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെറ്റ് തന്നെ നമ്മൾ വറുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മുരിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സെറ്റ് കൂടി വറുക്കാം നമുക്ക്. അങ്ങനെ മാവിൽ മുക്ക വെളിച്ചെണ്ണയിലിടാം, മാവിൽ മുക്ക വെളിച്ചെണ്ണയിലിടാം, മാവിൽ മുക്ക വെളിച്ചെണ്ണയിലില്ല. ഈ പ്രൊസീജിയർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്കും ഇതായത് നമ്മുടെ എല്ലാ ബജ്ജി നമ്മളിവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടന് ഞാനിരുന്ന് കഴിക്കുന്ന ഭാഗമാണ് കേട്ടോ. അത് ഉണ്ണിക്കുട്ടൻ ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ കൊടുക്കണം വായിലിട്ടിട്ട് ആരുടെ ആദ്യം കഴിയുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ചലഞ്ച് ചെയ്തു. അമ്പാടി കഴിക്കുന്നത് ഫോൺ കണ്ടപ്പോൾ സൂപ്പറാന്നുള്ള മുദ്ര കാണിച്ചു. അവനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വലിയ എരിവൊന്നുമില്ല, കഴിക്കാൻ പറ്റിയൊരു എരിവിനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.